ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു മിൻറ്റ് റൈസാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പുതിനയിലയും മല്ലിയിലേക്ക് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് റൈത്ത, പപ്പടം, അച്ചാർ, ഏതെങ്കിലും കറിയുടെ കൂട്ടി വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ മിൻറ്റ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. റൈസിന് ആവശ്യമായ പുതിനയില നമുക്ക് പറിച്ചുകൊണ്ട് വരാം. ഞാനിതെൻ്റെ ഗാർഡനിൽ നിന്നാണ് പറിച്ചെടുത്തിരിക്കുന്നത്. ഞാനിവിടെ കുറേ നാളില്ലാതിരുന്നാണ് ഇതെല്ലാം ഉണങ്ങിപ്പോയതാണ്. ഇപ്പം വെള്ളമൊക്കെ നനച്ച് ഇപ്പം എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട്. കുറേയധികം പച്ചക്കറികൾ ഉണ്ടായിരുന്നതാണ്. എല്ലാം കുറേയധികം ഉണങ്ങിപ്പോയി. ഇപ്പോൾ കുറച്ച് വെണ്ടക്ക, തക്കാളി, അച്ചിങ്ങപ്പയർ, ചീരയൊക്കെ ഉണ്ട്. ഒത്തിരി പേര് എന്നോട് ഗാർഡൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഗാർഡനൊക്കെ ഒന്ന് ഉഷാറായിട്ട് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ചോറുണ്ടാക്കാൻ ആവശ്യമായ അരി 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ചോറിനായിട്ട് നമുക്ക് ബസ്മതി അരിയോ അല്ലെങ്കിൽ നല്ലയിനം പച്ചരിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. മിൻറ്റ് ലീവ്സ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിന് ശേഷം അതിൻ്റെ ഇല നമുക്ക് ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. അതുപോലെ തന്നെ മല്ലിയിലയും വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അടർത്തിയെടുക്കുക. ചോറുണ്ടാക്കാനായിട്ട് ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാത്രത്തിലുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. കഴുകിയെടുത്ത മല്ലിയിലയും പുതിനയിലയുമാണിത്. ഇത് രണ്ടും നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതിൻ്റെ കൂടെ ഈ കുറച്ച് ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി അരച്ചെടുക്കണം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പിയും കൂടി ചേർത്ത് അരക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരക്കാം. അരച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി ഇട്ട് കൊടുക്കാം. മിൻറ്റ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ അരപ്പ് നേരത്തെ ഒന്നും അരച്ച് വെക്കരുത്. നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് മാത്രം നമ്മൾ അരച്ചെടുത്താൽ മതി. നാരങ്ങ നീരിട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു മീഡിയം സവാള അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഏലക്ക, ഗ്രാമ്പ്, പട്ട. ഇപ്പോൾ ചോറ് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി അത് വെള്ളം കളഞ്ഞ് നമുക്ക് അരിപ്പ പാത്രത്തിലൂടെ അരിച്ച് മാറ്റി വെക്കാം. മിൻറ്റ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ ഞാനിവിടെ എണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കശുവണ്ടി ഇട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് അവസാനം ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ കശുവണ്ടി ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീവ്സ്, പട്ട, കറയമ്പ്, ഏലക്കയും ഇട്ട് പൊട്ടിക്കണം. ബേ ലീവ്സ് ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് കളറൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. അതുകൊണ്ടാണ് അത് വീഡിയോയിൽ വരാതിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ഓർത്ത് ചേർക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം.
മസാല എല്ലാം ചോറിൽ പിടിക്കുന്നവരെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. അവസാനം നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ മിൻറ്റ് റൈസ് റെഡി ആയി കഴിഞ്ഞ് ഇത് ഇനി എങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ചോറ് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ബൗളിൽ ചോറ് നിറച്ചെടുത്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ബൗളിൽ ചോറ് നമുക്ക് പതുക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് മിൻറ്റ് ലീവ്സും വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായ മിൻറ്റ് റൈസ് റെഡി ആയി കഴിഞ്ഞ് ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുട്ടികൾക്ക് ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വളരെ നല്ലൊരു റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.